ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ 5M ക്ലബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കമ്മീഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ഏതാണ്? കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നിങ്ങനെ ഒരു കോട്ട് വന്നിട്ടുണ്ട്. ഈ കമ്മീഷൻ പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നോക്കുക, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് അതെന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് നല്ല ക്ലിയർ ചെയ്ത് ഓർത്ത് വെക്കണം. സ്റ്റാറ്റ്യൂട്ടറി ബോഡി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നിയമം വേണം. ആ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം. ഇനി ഇതേപോലെ ദേശീയ കമ്മീഷനുണ്ട്. ആ ദേശീയ കമ്മീഷൻ വരുമ്പോൾ ഇവിടെ രണ്ടും കൂടെ ഒരുമിച്ചാണ് SC/ST കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ എത്തുമ്പോൾ ഇവർ രണ്ടും സെപ്പറേറ്റ് ആണ് അറിയപ്പെടുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും. ഓക്കെ, എന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ SCയും നാഷണൽ കമ്മീഷൻ ഫോർ ST എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, നാഷണൽ കമ്മീഷൻ ഫോർ SC ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ST രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് കമ്മീഷനുകളും എന്തല്ല? സ്റ്റാറ്റ്യൂട്ടറി ബോഡികളല്ല, പകരം അവ എന്താണ്? അവ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്ന് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്താണ്? ഇത് രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അത് കറക്റ്റായിട്ട് ഇവ രണ്ടും എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. എന്നാൽ സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പ്രത്യേകിച്ചും കേരളത്തിലെത്തുമ്പോൾ അവ എന്തായിട്ട് മാറുകയാണ്? അവ എന്താണ്? അവ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവ നിയമപ്രകാരമുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ദേശീയത്തിൽ വരുമ്പോൾ ഇവ എന്തായി? ഭരണഘടനാ സ്ഥാപനങ്ങളും. സംസ്ഥാനത്തിലെത്തുമ്പോൾ ഇവ എന്തായി? ഇവ ഭരണഘടനാ സ്ഥാപനവുമായി എന്ത് ചെയ്യണം? മാറുകയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഏതാണ്? കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? ഓക്കെ, എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ എന്നാണ് നിലവിൽ വന്നത്? അത് 2007 നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ? കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? അത് 2007. അപ്പോൾ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് നിലവിൽ വരുവാൻ എന്ത് വേണം? ഒരു നിയമം വേണം. ആ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ ആക്ട് 2007 ആ നിയമം എന്ന് പറയുന്നത്. ആ നിയമം പ്രാബല്യത്തിൽ വന്നത് 2007 സെപ്റ്റംബർ 11. നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 2007 സെപ്റ്റംബർ 11 ഈ നിയമം എന്ത് ചെയ്യുന്നത്? പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. കേരള സംസ്ഥാന SC/ST കമ്മീഷൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അത് 2007. അതിൻ്റെ നിയമം നിലവിൽ വന്നത് 2007 തന്നെയാണ്. 2007 സെപ്റ്റംബർ 11 ഏത് വരുന്നത്? അതിൻ്റെ നിയമം നിലവിൽ വരുന്നത്. ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതിൻ്റെ ആദ്യത്തെ എന്ന് വെച്ചാൽ നോർമലി ആലോചിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഏത് സ്ഥാപനം വന്നിട്ടുള്ളത്? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് PK ശിവാനന്ദനാണ്. ഓക്കെയുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? PK ശിവാനന്ദനാണ്. നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതായത് BS മാവോജിയാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? അത് BS മാവോജിയാണ് എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 3 പേരാണ്. ഇതിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പേരാണ്? അത് 3 പേരാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളാണ് അത് ഉൾപ്പെടുന്നത്. ഒരു ചെയർമാനും 2, 1+2 ആലോചിക്കുക. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 3 1+2 തന്നെ ഓർത്ത് വയ്ക്കുക. ഒരു ചെയർമാനും 2 അംഗങ്ങളും. പിന്നെ ആരും ഉണ്ടാവും? നമ്മുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറുടെ കാണും. അദ്ദേഹമാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മെമ്പർ സെക്രട്ടറി എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. ആദ്യ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അത് PK ശിവാനന്ദനും. നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അത് BS മാവോജിയാണ്. അംഗങ്ങൾ ചോദിച്ചാൽ എത്ര പേരാണ്? അത് 3 പേരാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് എന്ത് ചെയ്യുന്നതിനകത്ത് അംഗങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ആകെ അംഗങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോണം, അത് അയ്യങ്കാളി ഭവനാണ്. ആസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് അയ്യങ്കാളി ഭവനാണ്. അയ്യങ്കാളി ഭവൻ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് അയ്യങ്കാളി ഭവനാണ്. തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ് അത് ആസ്ഥാനമായിട്ട് വരുന്നത്. ഇനി ഇവരുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർപേഴ്സണെയും കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് 3 വർഷമാണ്. കാലാവധി എത്രയാണ്? അത് 3 വർഷമാണ്. ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് എത്രയും പോയിന്റ് അത് പ്രധാനമായിട്ട് നോക്കാവുള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട അഡീഷൻ നമുക്ക് നോക്കേണ്ട പോയിന്റ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും സർഗ്ഗവാസനകൾ എന്ന് വെച്ചാൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ സർഗ്ഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച ദ്വൈമാസിക ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് പടവുകൾ എന്ന് പറയുന്നത്. ദ്വൈമാസിക ഏതാണ്? പടവുകളാണ്. ആ കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും സർഗ്ഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച
ദ്വൈമാസിക ഏതാണ് ചോദിച്ചാൽ ഏതാണ്? അത് പടവുകളാണ്. ഓക്കെ ആണോ? 2 മാസം കൊണ്ട് നടക്കുന്ന മാസിക ഏതാണ്? അത് പടവുകളാണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. പടവുകൾ ആൾറെഡി ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഇതേപോലെ വന്നിട്ടൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേരാണ് കിർത്താഡ്സ് എന്ന് പറയുന്നത്. കിർത്താഡ്സ് ഓക്കെ ആണല്ലോ? KIRTADS കിർത്താഡ്സ്. എന്താണ് കിർത്താഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇനിയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കിർത്താഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കിർത്താഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ആ വിഭാഗത്തെക്കുറിച്ചുള്ള പഠനവും ആ ആളുകളെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും നടത്തുന്ന സ്ഥാപനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കിർത്താഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ SC/ST വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതേപോലെ അവരെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കും വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കിർത്താഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രൈബൽ ട്രെയിനിങ് സെൻറ്റർ, ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ TR&TC എന്ന പേരിൽ എന്നാണ് സ്ഥാപിതമായിട്ടുള്ളത്? 1972 സ്ഥാപിതമായത്. അപ്പോൾ കിർത്താഡ്സ് എന്നല്ല, ആദ്യം തുടങ്ങുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പേര് എന്തായിരുന്നു? ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പേര്. ഇത് എന്നാണ് സ്ഥാപിച്ചത്? 1972 സ്ഥാപിച്ചത്. ഇത് കിർത്താഡ്സ് എന്ന് പുനർനാമകരണം ചെയ്തത് എന്നായിരുന്നു? അത് 1979 കിർത്താഡ്സ് എന്ന് പുനർനാമകരണം വെച്ചാൽ പുതുക്കി പേരിട്ടത് എന്നാണ്? അത് 1979 ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ചേവായൂർ, കോഴിക്കോടാണ്. ആസ്ഥാനം എവിടെയാണ്? ചേവായൂർ, കോഴിക്കോടാണ്. ഏതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? കിർത്താഡ്സിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന പേരിലാണ് ഏത് ആരംഭിക്കുന്നത്? ഈ കിർത്താഡ്സ് ആദ്യകാലത്ത് ആരംഭിക്കുന്നത് എന്നാണ് 1972. ഇനി കിർത്താഡ്സ് എന്ന പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചതാണ്. അത് 1979 ഈ പേര് കിർത്താഡ്സ് എന്ന പേരായിട്ട് മാറ്റിയത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ചേവായൂർ, കോഴിക്കോടാണ്. ഏതിൻ്റെ ആസ്ഥാനം? കിർത്താഡ്സിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ നിലവിലെ ഡയറക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ബിന്ദു എസ് ആണ്. ഡോക്ടർ ബിന്ദു എസ് ആണ് നിലവിലെ ഡയറക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ 15 വർഷത്തോളം ഇതിൻ്റെ ഡയറക്ടറായിരുന്ന വ്യക്തി 2022 മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2022 മരണപ്പെട്ട 15 വർഷം കിർത്താഡ്സിൻ്റെ ഡയറക്ടറായിരുന്ന വ്യക്തി ആരും ചോദിച്ചാലാണ്? അത് PRG മാത്തൂറാണ്. ഓക്കെ ആണല്ലോ? PRG മാത്തൂറാണ്. അദ്ദേഹം ഓർത്തിരിക്കേണ്ട കാര്യം, കേരളത്തിൽ നിന്നുള്ള പ്രസിദ്ധനായ ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? PRG മാത്തൂർ എന്ന് പറയുന്നത്. നരവംശ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? PRG മാത്തൂർ എന്ന് പറയുന്നത്. അതൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ 2022 മരണപ്പെട്ട 15 വർഷം കിർത്താഡ്സിൻ്റെ ഡയറക്ടറായിരുന്ന വ്യക്തി ചോദിച്ചാൽ ആരാണ്? അത് PRG മാത്തൂറാണ്. ഓർക്കേണ്ട പോയിന്റ്, അദ്ദേഹം കേരളത്തിലുള്ള പ്രസിദ്ധനായ എന്താണ്? നരവംശ ശാസ്ത്രജ്ഞനായിരുന്നു. എന്തായിരുന്നു? നരവംശ ശാസ്ത്രജ്ഞനായിരുന്നു. അതും കൂടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ 2022 മരണപ്പെട്ട 15 വർഷം കിർത്താഡ്സിൻ്റെ ഡയറക്ടറായിരുന്ന വ്യക്തി ചോദിച്ചാലാണ്? അത് PRG മാത്തൂറാണ്. അതും കൂടെ എന്ത് ചെയ്യാമെന്ന് ഓർത്തു വയ്ക്കുക. ഇനി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് തയ്യാറാക്കിയ എന്താണ്? ചാറ്റ് ബോട്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വാസു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി തയ്യാറാക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വാസു എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാസു എന്നൊരു പൂച്ചയാണ്. വാസു എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂച്ചയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആൾ വാസു. കണ്ടല്ലോ? ഇനി കണ്ടില്ല എന്ന് മാത്രം പറയുന്നത്. ഇതാണ് വാസു. ഇപ്പോൾ നമ്മൾ ഈ വാസുവിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വാസു നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ തരും. പക്ഷേ എന്തിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളാണ് തരുന്നത്? നമ്മൾ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഈ പദ്ധതികളെക്കുറിച്ച്, കുട്ടികൾക്കുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കുന്നത്? വാസുവിനെ ഉപയോഗിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ട്, കാണാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഹൈ ഐ എം വാസു എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഇതെന്താണ്? ഇത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു AI എന്താണ്? ചാറ്റ് ബോട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ചാറ്റ് ബോട്ടാണ് ആരെന്ന് പറയുന്നത്? വാസു എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ SC/ST കമ്മീഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട സ്കീമുകൾ, സ്കീമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യും? നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആരാണ്? ഈ വാസു എന്ന് പറയുന്ന പൂച്ച. ഓക്കെ ആണല്ലോ? അപ്പോൾ പൂച്ചയെ കാണുന്നവർ ജസ്റ്റ് കയറി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ തയ്യാറാക്കിയ ചാറ്റ് ബോട്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വാസു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വാസുവിനെ പുറത്തേക്ക്, ഈ വാസുവിനെ നിർമ്മിച്ചതാണെന്ന് ചോദിച്ചാലാണ്? അത് ഉന്നതി എന്ന് പറയുന്ന ഭാഗമാണ്. ആരാണ്? ഉന്നതിയാണ് എന്ത് ചെയ്തത്? വാസുവിനെ പുറത്തേക്ക്. ഉന്നതി എന്നുള്ളവർ എന്താണ്? ഒരു ഏജൻസിയാണ്. ഈ ഉന്നതി എന്താണ്? അതൊരു ഏജൻസിയാണ്. അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഈ ഉന്നതി എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ ദ്രൗപദി മുർമുവാണ്. 2023 മാർച്ച് 13 ഈ ഉന്നതി എന്നുള്ള ഈ ഒരു
ഏജൻസി എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് സർക്കാരിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഏജൻസിയാണ് ഈ പുതിയ മോഡേൺ ആയിട്ടുള്ള നമ്മളെ കമ്പ്യൂട്ടർവൽക്കൃതമായിട്ട് എന്ത് ചെയ്യുക ഇവിടെ പദ്ധതികളെല്ലാം എന്ത് ചെയ്യുക കമ്പ്യൂട്ടർവൽക്കരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു ഏജൻസിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ഉന്നതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഉന്നതിയാണ് ആരെ പുറത്തിറക്കിയിട്ടുള്ളത് ഈ വാസുവിനെ പുറത്തിറക്കിയിട്ടുള്ളത് എന്തിനാണ് വാസുവിനെ പുറത്തിറക്കിയത് നമ്മൾ പറഞ്ഞു എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് തയ്യാറാക്കിയ ചാറ്റ് ബോട്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് വാസു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഞാൻ ആൾറെഡി നിങ്ങൾ കുറേ പദ്ധതികൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഏകദേശം 19ഓളം പദ്ധതികൾ നമ്മളിവിടെ അല്ലാതെ പഠിച്ചു 50 എന്നല്ല 200-250ഓളം മേലുള്ള പദ്ധതികൾ നമ്മൾ കേരളത്തിൽ നിലവിലുണ്ട് നമുക്കിതിൽ ഏതൊക്കെ നമുക്ക് അനുകൂലമായി ലഭിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആ വിദ്യാഭ്യാസം വേണ്ടി ഒരു പദ്ധതി വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ 10 മൊത്തം എടുത്ത് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുമോ ഇല്ല പകരം വാസുവിനോട് ചോദിച്ചാൽ മതി ഞാൻ ഇത്ര വയസ്സുള്ള കുട്ടിയാണ് എനിക്ക് പഠിക്കാൻ എന്തെങ്കിലും സ്കീമുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വാസു എന്ത് ചെയ്യും നോക്കിയിട്ട് എന്ത് ചെയ്യും നമുക്ക് പറഞ്ഞു തരും സത്യം പറഞ്ഞാൽ ഇതിന് മാത്രമല്ല എല്ലാ സ്കീമുകൾക്കും എന്ത് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങൾക്കും എന്ത് ചെയ്യണം ഇതേപോലത്തെ കുറച്ച് ചാറ്റ് ബോട്ട് ഉണ്ടാക്കി വയ്ക്കണം ഇപ്പോൾ എന്താണ് ഉദാഹരണത്തിന് എന്താണ് ഒരു പെൺകുട്ടി മാത്രമുള്ള ഒരു പെൺകുട്ടി മാത്രമുള്ള ഒരു കുടുംബത്തിന് എന്താണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ലഭിക്കുന്നുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കാറുണ്ട് 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കണം 10 പേര് എനിക്ക് ഓർമ്മയില്ല അത് ഞാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ആലോചിക്കുക അപ്പോൾ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ആ പദ്ധതി ഏത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ ഈ പദ്ധതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്ത് നമുക്ക് ചോദിക്കണം 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി ഒറ്റ മകളേ ഉള്ളൂ വേറെ കുട്ടികളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന പദ്ധതി ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബോട്ടിനോട് ചോദിക്കാൻ പറ്റും അപ്പോൾ ബോട്ട് എന്ത് ചെയ്യുക ഉത്തരം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി തരിക അപ്പോൾ ആ ഒരു പദ്ധതിയാണ് ആ ഒരു ബോട്ടാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത് വാസു എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഏതിന് മാത്രമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കുറിച്ചുള്ള വിവരം എന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന തയ്യാറാക്കിയ ചാറ്റ് ബോട്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് വാസു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ വാസുവിനെ പുറത്തിറക്കിയത് ആരാണ് ഉന്നതിയാണ് ഈ ഉന്നതി ഉദ്ഘാടനം ചെയ്തതാണ് അത് ദ്രൗപദി മുർമുവാണ് ആ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക ഓക്കെ ആണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട എന്താണ് സ്കീംസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് SC/ST കമ്മ്യൂണിറ്റീസ് കേരള ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഹവർ ഐ എം സ്റ്റിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് ഐ എം ലേണിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതിപ്പം ആൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ ആൾ ഒന്ന് ഡെവലപ്പായിട്ട് താമസിക്കാതെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്നാൽ പോലും ആലോചിക്കുക ആ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ വാസു എന്ന പേരിൽ അറിയപ്പെടുന്ന ചാറ്റ് ബോട്ട് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന പദ്ധതികൾ എളുപ്പത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ഏതെങ്കിലും പദ്ധതി നമുക്ക് അറിയാം ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് കാര്യം ചോദിക്കാം അപ്പോൾ അത് എന്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്തൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ നമുക്ക് നമ്മൾ ആര് സഹായിക്കുന്ന പറയുന്നത് നമ്മുടെ വാസു എന്ന പൂച്ച സഹായിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ് വാസു അതൊന്ന് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു നോർമലി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്താണ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു നിയമപ്രകാരം രൂപീകരിച്ച സ്ഥാപനമാണ് എന്നാൽ ദേശീയ തലത്തിൽ എത്തുമ്പോൾ ഇവ ഒരുമിച്ചല്ല ഇവ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരും ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് രണ്ടായിട്ട് തിരിക്കും ഈ രണ്ട് കമ്മീഷനും പക്ഷേ എന്ത് ബോഡിയാണ് ഇവ രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ന് വെച്ചാൽ ഇവ രണ്ടും എന്ത് സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ആ രണ്ട് കാര്യം ഒന്നും എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് ആലോചിക്കേണ്ട കേസ് ഈ ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്ത് വേണം ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338 എന്ന് പറയുന്നത് അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ച ഏതാണ് അത് ആർട്ടിക്കിൾ 338 ആണ് ഇത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2004 ഫെബ്രുവരി 19 നിലവിൽ വരുന്നത് 2004 ഫെബ്രുവരി 19 ഏത് വരുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത് അതിന് മുമ്പ് ഇവ എല്ലാം കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു നമുക്ക് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക ഇത് മാത്രം പഠിച്ചു വയ്ക്കുക 2004 ഫെബ്രുവരി 19 ഏത് വരുന്നത് പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത് ആ കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ് അത് 2004 ഫെബ്രുവരി 19 നിലവിൽ വരുന്നത് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം എവിടെയാണ് ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ് ഏതിൻ്റെ ആസ്ഥാനം ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക ഇനി അതേപോലെ ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് ഇതിലെ അംഗങ്ങളുടെ എണ്ണം ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് 5 ആണ് അംഗങ്ങളുടെ എണ്ണം എത്രയാണ് 5 ആണ് ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ് അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക ഇനി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് അതും രാഷ്ട്രപതിക്കാണ് ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്ന ആർക്കാണ് അതും രാഷ്ട്രപതിക്കാണ് ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ് അതും രാഷ്ട്രപതിയാണ് ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ് അതും രാഷ്ട്രപതിയാണ് ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക ഇനി ഇതേപോലെ ഓർത്തിരിക്കേണ്ടത് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതിക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് അതും രാഷ്ട്രപതിക്കാണ്
ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ കാലാവധി ചോദിച്ചാൽ എത്ര വർഷമാണ്? അത് 3 വർഷമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അത് സൂരജ് ഭാൻ ആണ്. ഓക്കെ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അത് സൂരജ് ഭാനും. രണ്ടാമത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അത് ഭൂട്ടാ സിംഗും ആണ്. രണ്ടാമത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അത് ഭൂട്ടാ സിംഗും ആണ്. അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്ക്. കാലാവധി ചോദിച്ചാൽ 3 വർഷം. ആദ്യ ചെയർമാൻ ചോദിച്ചാണ് അത് സൂരജ് ഭാൻ ആണ്. രണ്ടാമത്തെ ചെയർമാൻ ചോദിച്ചാലാണ് അത് ഭൂട്ടാ സിംഗ് ആണ്. അത് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നിലവിലെ ചെയർമാൻ ആണെന്ന് ചോദിച്ചാലാണ് അത് കിഷോർ മക്വാനയാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? അത് കിഷോർ മക്വാനയാണ്. ഈ 2 തവണ ചെയർമാനായ പട്ടികജാതി കമ്മീഷനിലെ 2 തവണ ചെയർമാനായ വ്യക്തി ചോദിച്ചാലാണ് അത് PL പുനിയയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ 2 തവണ ചെയർമാനായ വ്യക്തിയാണെന്ന് ചോദിച്ചാലാണ് അത് PL പുനിയയാണ്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ച ഏതാണ്? അത് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ്. ഓക്കെ ആണല്ലോ. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഏതെന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട മന്ത്രാലയം എന്ന് വെച്ചാൽ അവരുടെ കാര്യം നോക്കുന്ന മന്ത്രാലയം ചോദിച്ച ഏതാണ്? സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വയ്ക്കുക. ഇനി ഇതേപോലെ നമുക്ക് നോക്കേണ്ട അടുത്ത പോയിന്റ് ആണ് പട്ടികവർഗ കമ്മീഷൻ. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനായി ദേശീയ പട്ടികവർഗ കമ്മീഷൻ കൂടെ നോക്കുക. അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് പറഞ്ഞു? ഇതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് പറഞ്ഞു, ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറഞ്ഞു. ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 338A ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 338ഉം ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 338A പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നിലവിൽ വന്നത് എന്ന് തന്നെയാണ് 2004 ഫെബ്രുവരി 19 തന്നെയാണ് ഏത് നിലവിൽ വരുന്നത്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ത് ചെയ്ത നിലവിൽ വരുന്നത്. ഇതിൻ്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? ലോക് നായക് ഭവൻ ന്യൂഡൽഹി തന്നെയാണ്. അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്ര തന്നെയാണ്? 5 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആസ്ഥാനം ഓർത്ത് വയ്ക്കുക ലോക് നായക് ഭവൻ ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ ആണല്ലോ. നിലവിൽ വന്നത് തന്നെയാണ് 2004 ഫെബ്രുവരി 19 തന്നെയാണ് നിലവിൽ വരുന്നത്. അതെല്ലാം നമുക്ക് നേരിട്ട് എന്താണ് ദേശീയ പട്ടികജാതിയും പട്ടികവർഗവും ഏകദേശം ഈ 2 കാര്യങ്ങളെല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. നമ്മൾ ആലോചിക്കുക, നിയമിക്കുന്ന ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഇവർ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് നൽകുന്ന രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്ന ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ നിയമിക്കുന്ന രാഷ്ട്രപതി, രാജിക്കത്ത് നൽകുന്ന ആര്? രാഷ്ട്രപതി. അതേപോലെ ഇവർ നീക്കം ചെയ്യുന്ന ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഇനി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ പഠിക്കാൻ എളുപ്പമാണ്. കാരണം ദേശീയ കമ്മീഷൻ ഏത് പട്ടികജാതി കമ്മീഷൻ പഠിച്ചാൽ മതി, പട്ടികവർഗ കമ്മീഷൻ ഇതേപോലെ ആവും. പക്ഷേ ആളുകളുടെ പേര് മാത്രം ഒന്ന് എന്ത് ചെയ്യുക? മാറ്റി പഠിക്കുക. ഓക്കെ ആണല്ലോ. കാലാവധി എന്ത് തന്നെയാണ്? 3 വർഷം തന്നെയാണ്. കാലാവധി എത്ര തന്നെയാണ്? 3 വർഷം തന്നെയാണ്. ഇവിടെ ഓർക്കേണ്ട കേസ് ഇതിൻ്റെ ആദ്യ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? കൻവർ സിംഗ്. ആദ്യ ചെയർമാൻ ആരാണ്? അത് കൻവർ സിംഗ് ആണ്. രണ്ടാമത്തെ ചെയർപേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അത് ഊർമിള സിംഗ് ആണ്. രണ്ടാമതായിട്ട് വന്ന ആരാണ്? അധ്യക്ഷ ആരാണ്? അത് ഊർമിള സിംഗ് ആണ്. ഇപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണ് ചോദിച്ചാലാണ് അത് അന്തർ സിംഗ് ആര്യയാണ്. നിലവിലെ ചെയർമാൻ ആരായിരുന്നു? അത് അന്തർ സിംഗ് ആര്യയായിരുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം എന്ത് ചെയ്യാവും നോക്കുക. അതേപോലെ ഇവിടെയും 2 തവണ ചെയർമാനായ വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് രാമേശ്വർ ഓറോൺ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ 2 തവണ ചെയർമാനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? അത് രാമേശ്വർ ഓറോൺ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചാൽ അതാണ് തെറ്റിക്കാൻ ചാൻസ്. ഓർത്തിരിക്കുക, നമ്മുടെ പട്ടികജാതി കമ്മീഷൻ അപ്പോൾ സാമൂഹ്യ ശാക്തി നീതീകരണ മന്ത്രാലയം എന്ന് പറഞ്ഞു. എന്നാൽ പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചാൽ ഗോത്രകാര്യ മന്ത്രാലയമാണ്. മന്ത്രാലയം ഏതാണ്? അത് ഗോത്രകാര്യ മന്ത്രാലയമാണ്. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റാണെന്ന് വ്യത്യാസം ഓർത്ത് വയ്ക്കുക. അപ്പോൾ പട്ടികജാതി ആണെങ്കിൽ അത് സാമൂഹ്യ ശാക്തി മന്ത്രാലയം പറയാം. ഇവിടെ എത്തുമ്പോൾ തന്നെ പട്ടികവർഗ കമ്മീഷൻ അപ്പോൾ അത് എന്തായിട്ട് വരും? അത് ഗോത്രകാര്യ മന്ത്രാലയമായിട്ട് വരും. അപ്പോൾ ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഏതിനെക്കുറിച്ച് പറഞ്ഞത്? നമ്മുടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? അത് 2007 ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണമെല്ലാം നിലവിൽ വന്ന 2007. നിലവിൽ വരാൻ കാരണമായ നിയമം ചോദിച്ചാണ് കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ ആക്ട് 2007 ആണ്. ആ നിയമം വന്ന 2007 സെപ്റ്റംബർ 11 അപ്പോൾ ഓർത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിലവിൽ വന്നതെന്നാണ്? അത് 2007 നിലവിൽ വന്നത് എന്നാണ്? അത് 2007 ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? അത് PK ശിവാനന്ദനാണ്. ആദ്യ ചെയർമാൻ ആരാണ്? അത് PK ശിവാനന്ദനാണ്. നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അത് BS മാവോജിയാണ്. അംഗങ്ങൾ ചോദിച്ചാൽ എത്രയാണ്? 3 പേരാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും കൂടാതെ ആരും കാണും, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം അത് എഴുതാൻ വിട്ടുപോയതാണ്, ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഈ സംസ്ഥാനത്തെ ഈ എന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർപേഴ്സൺ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? നിയമിക്കുന്ന അവിടെ നോക്കുക, അത് ഗവർണറാണ്. നിയമിക്കുന്ന ആരാണ്? അത് ഗവർണറാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നവരെ ആര് നിയമിക്കുന്നു? ഗവർണർ നിയമിക്കുന്നു.
സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നു, അവരെ ആര് നിയമിക്കുന്നു? ഗവർണർ നിന്ന്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുന്നു? ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു, അവരെ ആര് നിയമിക്കുന്നു? ഗവർണർ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ചെയർമാനെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. രാജിക്കത്ത് കൊടുക്കുന്നത് ആൾക്ക് തന്നെയാണ്, ഗവർണർക്ക് തന്നെയാണ്, വേറെ മോളിട്ടൊന്നും പോകുന്നില്ല. ഇതെല്ലാം ഇവിടെ സംസ്ഥാനത്തിനകത്തുള്ള കാര്യമാണ്. അപ്പോൾ സംസ്ഥാനത്ത് തന്നെ തീരും. അപ്പോൾ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. അവിടെ ഓർത്തിരിക്കുക. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നീക്കം ചെയ്യാനുള്ള എന്നും ചോദിച്ചാൽ ആരാണ്? സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം ആര് നീക്കം ചെയ്യുന്നു? ഗവർണർ നീക്കം ചെയ്യുന്നു. ഈ ഒരു പ്രൊസീജിയറാണ് അതിനകത്ത് വരുന്നത്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ വരുന്നത്. നോക്കുക, ഓർത്തിരിക്കേണ്ട പോയിന്റ്, ആദ്യ ചെയർമാൻ ആരാണ്? ഇത് പി കെ ശിവാനന്ദനും. നിലവിലെ ചെയർമാൻ ആരാണ്? അത് ബി എസ് മാവോജിയാണ്. അംഗങ്ങൾ ചോദിച്ചാൽ 3, ഒരു ചെയർമാനും 2 അംഗങ്ങളും, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരമാണ്. കാലാവധി ചോദിച്ചാൽ എത്ര വർഷമാണ്? അത് 3 വർഷമാണ്. അതേപോലെ ഓർത്തിരിക്കുക, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും സർഗ്ഗവാസനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച ദ്വൈമാസിക ചോദിച്ചാൽ അതേതാണ്? അത് പടവുകളാണ്. ദ്വൈമാസിക ഏതാണ്? അത് പടവുകളാണ്. അതൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാപനം കിർത്താഡ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കിർത്താഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1972 എന്താണ്? ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻ്റർ എന്ന പേരിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. 1972 79 എന്ത് പേരാക്കിയത്? കിർത്താഡ്സ് എന്ന പേര് മാറ്റിയത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ചേവായൂർ, കോഴിക്കോടാണ്. ആസ്ഥാനം ചേവായൂർ, കോഴിക്കോടാണ്. ഇതിൻ്റെ നിലവിലെ ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ ബിന്ദു എസ് ആണ്. 2022 മരണപ്പെട്ട 15 വർഷത്തെ ഡയറക്ടർ എന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? PRG മാത്തൂർ എന്ന് പറയുന്നത്. PRG മാത്തൂർ എന്ന് പറയും. ഇനി ഇതേപോലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് തയ്യാറാക്കിയ ചാറ്റ് ബോട്ട് ചോദിച്ചാൽ ഏതാണ്? അത് വാസുവാണ്. ചാറ്റ് ബോട്ട് ഏതാണ്? അത് വാസുവാണ്. ഈ ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത് ആരാണ്? അത് ഉന്നതി എന്ന് പറയുന്ന ഏജൻസിയാണ് പുറത്തിറക്കിയത്. ഈ ഉന്നതി ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ ചോദിച്ചാണ്? അത് ദ്രൗപദി മുർമുവാണ്. 2023 മാർച്ച് 13 എന്ത് ചെയ്തത്? ഈ ഉന്നതി എന്ന് പറയുന്ന ഏജൻസി എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് വാസുവിനെ കുറിച്ച് ഞാൻ ആൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് ഓർക്കുക. ദേശീയ പട്ടികജാതി കമ്മീഷൻ പറഞ്ഞു ഞാൻ എന്താണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിക്കിളുണ്ട്, ആർട്ടിക്കിൾ 338 വരും. 2004 ഫെബ്രുവരി 19 നിലവിൽ വരുന്നത്. ഇതെല്ലാം സെയിം തന്നെയാണ്. പട്ടികവർഗം അപ്പോൾ ചെറിയൊരു മാറ്റം വെച്ച് പറഞ്ഞാൽ മതി. ആർട്ടിക്കിൾ 338 2004 ഫെബ്രുവരി 19 നിലവിൽ വരുന്നു. ആസ്ഥാനം ചോദിച്ചാൽ ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ഓക്കെ ആണല്ലോ. അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 5. അതേപോലെ ഓർത്തിരിക്കുക, ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രപതി. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അപ്പോൾ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. നീക്കം ചെയ്യുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഈ 4 കാര്യങ്ങളും എവിടെ സെയിം ആണ്? പട്ടികവർഗ കമ്മീഷനിലും സെയിം ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് അത് തന്നെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. കാലാവധി ചോദിച്ചാൽ എത്ര തന്നെയാണ്? 3 വർഷം തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഏകദേശ കാര്യങ്ങൾ അവിടെ രണ്ടിടത്തും എന്തായിട്ട് തന്നെ വരും? സെയിം ആയിട്ട് തന്നെ വരും. ഇനിയുള്ള കാര്യം, ആദ്യത്തെ ചെയർമാൻ വ്യക്തികൾ വരുമ്പോഴാണ് ഇതിനകത്ത് മൊത്തം മാറ്റങ്ങൾ വരുന്നത്. അതാണ് പഠിക്കേണ്ടതും. ആദ്യ ചെയർമാൻ ചോദിച്ചാൽ സൂരജ് ഭാൻ വരും. രണ്ടാമത്തെ ചെയർമാൻ ചോദിച്ചാലാണ് അത് ഭൂട്ടാ സിംഗ്. ആദ്യത്തെ ചെയർമാനാണ് സൂരജ് ഭാൻ. രണ്ടാമത്തെ ചെയർമാൻ ചോദിച്ചാലാണ് അത് ഭൂട്ടാ സിംഗ് ആണ്. നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അത് കിഷോർ മക്വാനിയാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? അത് കിഷോർ മക്വാനിയാണ്. രണ്ടാമത്തെ ചെയർമാൻ രണ്ട് തവണ ചെയർമാനായ വ്യക്തി ആരെന്ന് ചോദിച്ചാലാണ് അത് PL പുനിയയാണ്. 2 തവണ ചെയർമാനായ വ്യക്തി ആരാണ്? അത് PL പുനിയയാണ്. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചതാണ്? അത് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ്. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഓർത്തിരിക്കാത്തതാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്ന് പറയും. നാഷണൽ കമ്മീഷൻ ഫോർ ST. വന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 338A. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 338A. ഡേറ്റ് സെയിം തന്നെയാണ്. 2004 ഫെബ്രുവരി 19 നിലവിൽ വരുന്നത്. ആസ്ഥാനവും സെയിം തന്നെയാണ്. ലോക് നായക് ഭവൻ, ന്യൂഡൽഹി തന്നെയാണ്. അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 5 ആണ്. 1+4 5. ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും വരും. ഇനി ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്ന ആരും രാഷ്ട്രപതി തന്നെയാണ്. സെയിം. അതേപോലെ അംഗങ്ങൾക്ക് രാജിക്കത്ത് നൽകുന്ന രാഷ്ട്രപതിക്ക്, അംഗങ്ങളെ നീക്കം ചെയ്യുന്ന രാഷ്ട്രപതി, കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. പട്ടികജാതിയും പട്ടികവർഗവും രണ്ടും ഇവിടെ എന്തായിട്ട് തന്നെ സെയിം ആയിട്ട് തന്നെ വരും. ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി കാലാവധി ചോദിച്ചാൽ എത്ര വർഷമാണ്? 3 വർഷമാണ്. ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? കൻവർ സിംഗ്. ആദ്യ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ്. രണ്ടാമത്തെ ചെയർപേഴ്സൺ ആണ് ചോദിച്ചാൽ അത് ഉർമിള സിംഗ്. നിലവിലെ ചെയർമാൻ ചോദിച്ചാലാണ് അത് അന്തർ സിംഗ് ആര്യ. നിലവിലെ ചെയർമാൻ ആരായിരുന്നു? അത് അന്തർ സിംഗ് ആര്യയാണ്. അതേപോലെ ഓർത്തിരിക്കുക, 2 തവണ ഇവിടെ ചെയർമാനായ വ്യക്തി ചോദിച്ചാലാണ് അത് രാമേശ്വർ ഓറോൺ. 2 തവണ ഇവിടെ ചെയർമാനായ വ്യക്തി ആരാണ്? രാമേശ്വർ ഓറോൺ ആണ്. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചാൽ ഏതാണ്? ഗോത്രകാര്യ മന്ത്രാലയം. ഓക്കെയുള്ള പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ഏതാണ്? അത് ഗോത്രകാര്യ മന്ത്രാലയമാണ്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞത്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഓർത്തിരിക്കുക, ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പട്ടികജാതി കമ്മീഷൻ ആകുമ്പോൾ ഏതാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ, അതേപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിവ വരുന്ന സമയത്ത് ഇവ എന്താണ്? ഇവ
കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അല്ലെങ്കിൽ എന്താണ്, ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. എന്നാൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, കേരള സംസ്ഥാനമായാലും ശരി ഏതായിക്കോട്ടെ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ള എന്താണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ന് വെച്ചാൽ അതൊരു നിയമപ്രകാരമായിട്ടുള്ള സ്ഥാപനങ്ങളും. ദേശീയ പട്ടികജാതി ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, അതേപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ഈ രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയണമെങ്കിൽ അവ എന്തുവാണ്, അവ ഭരണഘടനാ സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഏതാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.